പ്രിയമുള്ളവരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ, ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് തുടക്കം കുറിക്കുന്ന അതിന് മുന്നോടിയായിട്ടുള്ള കാഴ്ചകളാണ്. ബോയ്സുകളൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നാട്ടിൽ കൽപ്പകഞ്ചേരിയിൽ 6ാമത് AP അസ്ലം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടന ദിവസമാണെന്ന്. 7 മണിക്കാണ് പരിപാടി ആരംഭിക്കുന്നത്. നേരത്തെ തന്നെ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തുടക്കം മുതലുള്ള കാഴ്ചകൾ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്ന ഉദ്ദേശത്തോടെയാണ്. ഈ ഒരു പരിപാടി കാണുന്നതോടുകൂടെ പ്രിയ പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലാകും. ഫുട്ബോൾ മാമാങ്കം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ ധാരാളമായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ഈ AP അസ്ലം സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വരും സമയങ്ങളിൽ ഗാലറിയിലുള്ള കാഴ്ചകളും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഗാലറി ഇപ്പോൾ കാലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നേരത്തെ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തുടക്കം മുതലുള്ള കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാലും ഈ ഫുട്ബോളിനെ ഈ ഒരു നാട് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായിട്ട് വിജയിപ്പിച്ച് കൊണ്ടുവരാറുണ്ട്. അതിനൊരു കാരണമുണ്ട്. AP അസ്ലം എന്ന ഞങ്ങളുടെ നാടിനോട് വിട പറഞ്ഞു പോയ ഒരു മഹത് വ്യക്തിത്വത്തിന് ഉടമയുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത നന്മയായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ നാടിന് ധാരാളം നന്മകൾ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ആരും തന്നെ രാഷ്ട്രീയമോ ജാതിയോ മതമോ മറ്റുള്ള കാര്യങ്ങളോ ഇതിലേക്ക് കൊണ്ടുവരാറില്ല. ഇതൊരു ഉത്സവമായിട്ട് തന്നെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടെ ഈ ഒരു ഫുട്ബോൾ മാമാങ്കത്തെ സാധാരണ രീതിയിൽ കൊണ്ടു നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 6ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. പണവും ഒരു രൂപ പോലും മറ്റൊരു കാര്യത്തിനും ചെലവഴിക്കാതെ എല്ലാം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു ടീംസ്. അവരുടെ 6ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ ദിവസമാണ് ഇന്ന്. ഈ ഒരു ആദ്യ ദിവസത്തിൽ ഈ ഒരു ടൂർണമെന്റ് വീക്ഷിക്കാനെത്തിയ, ഇന്നത്തെ മത്സരം വീക്ഷിക്കാനെത്തിയ എല്ലാ നല്ലവരായ ഫുട്ബോൾ പ്രേമികളെയും വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല പാട്ടുകൾ ഒരുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ നമ്മോടൊപ്പം ഈ ഒരു സദസ്സിൽ പങ്കുചേരുന്നുണ്ട്. ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ഈ ഒരു പ്രോഗ്രാമിന് ഇടയിലുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ആദ്യ മത്സരം സഭാൻ കോട്ടയ്ക്കലും KFC പാണ്ടിക്കാടും തമ്മിലാണ് ആദ്യത്തെ മത്സരം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു മത്സരം നമുക്ക് ഏകദേശം ഒരു 9 മണിയോടുകൂടി തന്നെ മത്സരം തുടങ്ങുമെന്നാണ് പ്രിയപ്പെട്ട സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഒരുപാട് വിശിഷ്ട വ്യക്തികൾ നമ്മോടൊപ്പം ഈ ഒരു സദസ്സിൽ പങ്കുചേരാനുണ്ട്. ഒരു ചെറിയ സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ കുറച്ച് പാട്ടുകളായിട്ട് നിങ്ങളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി കൊല്ലവും ഫാസില ഭാനുവും അതോടൊപ്പം ഷായും ഷാണും എല്ലാം നമ്മോടൊപ്പം ഒത്തുകൂടും. അപ്പോൾ ആദ്യം തന്നെ വേദിയിലേക്ക് ഇന്നത്തെ അനവധി മെഗാഷോ വേദികളിലൂടെ സിംഗിങ് ബ്രദേഴ്സ് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന, അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ സിനിമ പിന്നണി ഗായകൻ വിനീത് ശ്രീനിവാസനോടൊപ്പം വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട MLA കുറുക്കോളി മൊയ്തീൻ സാർ അവരുകളാണ്. അതോടൊപ്പം തന്നെ മറ്റ് പ്രിയപ്പെട്ടവരെല്ലാവരുടെ സാന്നിധ്യത്തിലാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഏതായാലും ടിക്കറ്റ് എടുത്തുകൊണ്ട് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കായിക പ്രേമികളോട്, ഫുട്ബോൾ പ്രേമികളോട് എല്ലാവിധ നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. ഓരോ വർഷവും നല്ല രീതിയിൽ നമ്മുടെ ഒരു ഫുട്ബോൾ മുന്നോട്ട് പോകുന്നുണ്ട്. 5 തവണ കഴിഞ്ഞു, 6ാം തവണയാണ്. 5 തവണ നമ്മുടെ ഒരു ഫണ്ട്, 5 തവണയും നമുക്ക് ഈ ഒരു ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിട്ടുള്ള മുഴുവൻ ഫണ്ടും നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. വീണ്ടും നമ്മൾ പ്രിയമുള്ളവരെ, ഒരല്പം ലൈവ് കാഴ്ചകളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. ഗാലറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. തുടക്കഘട്ടം മുതലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഏകദേശം ഗാലറി ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്.
ധാരാളം ആളുകൾ ഗാലറിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഗാലറിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഉദ്ഘാടന കർമ്മ ചടങ്ങുകളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്പം ഗാനമേളയൊക്കെയാണ്. ഗാനമേളയുടെ മുഴുവൻ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് ചില സാങ്കേതിക വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എപി അസ്ലം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ കാഴ്ചകളാണ്. അതിൽ എടുത്തു കാണിക്കേണ്ടതായിട്ടുള്ള കാഴ്ചകൾ പരമാവധി എടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്ന് കരുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രവാസി സുഹൃത്തുക്കളായിരിക്കുന്ന ആളുകൾക്ക് അത് ഉപകാരപ്രദമാകും. നാട്ടിലില്ലാത്തതുകൊണ്ട് എപി അസ്ലം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ മത്സരവേദിയിലേക്ക് സാന്നിധ്യം വഹിക്കാൻ സാധിക്കാതെ പോയവർക്ക് വിദേശ നാടുകളിൽ നിന്നൊക്കെ ഈ വീഡിയോ കാണാനും ഇവിടുത്തെ ഏകദേശം ഒരു പിക്ചർ മനസ്സിലാക്കാനൊക്കെ വീഡിയോ ഉപകാരപ്രദമാകും എന്നൊരു കാഴ്ചപ്പാടിൽ തന്നെയാണ്. തുടർന്നും എപി അസ്ലം സെവൻസ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും കായിക വിനോദങ്ങളെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ പരമാവധി കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്നും കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് ഉള്ള കാഴ്ചകളൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗാലറിയിൽ തമ്പടിച്ച് കൂടിയിരിക്കുന്ന കണ്ടമാനം ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾ, കുട്ടികളും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഒരു ഫുട്ബോൾ മാമാങ്കത്തിൽ ഇത്രയേറെ സ്ത്രീകൾ തമ്പടിക്കണമെങ്കിൽ, ഒരുമിച്ച് കൂടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളോട് വിട പറഞ്ഞു പോയ എപി അസ്ലമിന്റെ പേരിൽ നടത്തപ്പെടുന്ന ഒരു ഫുട്ബോൾ മാമാങ്കം വിജയിപ്പിക്കേണ്ടത് ഞങ്ങളെ കൂടെ ഉത്തരവാദിത്തമാണ് എന്നൊരു തിരിച്ചറിവിലാണ് ഇത്രയേറെ കുടുംബിനികൾ ഇവിടെ തമ്പടിച്ചു കൂടിയിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഉത്സവം തന്നെയാണ്. ഈ ഉത്സവത്തിൽ പങ്കാളികളാകാൻ സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും യുവാക്കളും എല്ലാവരും കൂടി എല്ലാവിധ വിവേചനങ്ങളും എല്ലാവിധ വ്യത്യസ്തതകളും മാറ്റിവെച്ച് ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇതിലൂടെ സമാഹരിച്ചു വരുന്ന ഫണ്ടുകളെല്ലാം ഞങ്ങളുടെ നാട്ടിൽ തന്നെ പാവപ്പെട്ടവരായിരിക്കുന്ന ആളുകൾ, പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലക്കൊക്കെ ഉപകാരപ്രദമാകുന്ന, പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന മേഖലയിലേക്കാണ് ഇതൊന്ന് സമാഹരിക്കുന്ന ഫണ്ടുകളെല്ലാം വിനിയോഗിക്കുന്നത്. ഇനി ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബന്ധപ്പെട്ട വിശിഷ്ടാതിഥികളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ തിരൂർ നിയോജക മണ്ഡലം MLA കുർക്കോളി മൊയ്തീൻ സാഹിബാണ് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത്. ബന്ധപ്പെട്ട അതിഥികളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ പേരുകൾ വിട്ടുപോകും എന്ന ഒരു തിരിച്ചറിവിൽ അത്തരം കാര്യങ്ങളെ ഞാൻ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നില്ല. എല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ലൈവ് കാഴ്ചയിലൂടെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുക.
അരങ്ങൊരുങ്ങുമ്പോൾ അതിൻ്റെ തുടർക്കഥയ്ക്ക് സാക്ഷിയായി നിൽക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ പാടാൻ ഭാഗ്യം ലഭിച്ചത് വലിയ സന്തോഷം. അതിന് അവസരമൊരുക്കിയ ഇതിൻ്റെ ഭാരവാഹികളോടൊക്കെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അപ്പോൾ ആൽബം മീഡിയ എന്ന് പറയുന്ന ചെറിയൊരു മീഡിയയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല പാട്ടുകാരുടെ ഇടയിൽ എനിക്കും ബന്ധപ്പെടാൻ ഭാഗ്യമുണ്ടായി. അങ്ങനെ 20 വർഷങ്ങൾ പിന്നിട്ടു. 2004 എന്നും തുണ നൽകിയത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളാണ്. വിദേശത്തും സ്വദേശത്തുള്ള ഒരുപാട് ഞങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഞങ്ങൾക്കുള്ള ഒരുപാട് സഹായഹസ്തങ്ങൾ നീട്ടിയത് കൊണ്ട് മാത്രമാണ് അവസാന നിമിഷങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് കളിക്കാരായതുകൊണ്ട് നിങ്ങളോടൊക്കെ മനസ്സറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ചടങ്ങിലോട്ട് നേരെ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ബഹുമാന്യനായ MLA കുരിക്കോട് മൊയ്തീൻ സാഹിബിനെ ഇതിന് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. ഓക്കെ, താങ്ക് യു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ടൂർണമെന്റ് കമ്മിറ്റിയുടെ രക്ഷാധികാരിയാണ്, ഒരുപാട് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണ് നമ്മുടെ പ്രിയപ്പെട്ട കുരുക്കോളി സാർ. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് വേണ്ടിയിട്ട് ഈ കളിക്കളത്തിൽ ആരംഭിച്ചിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കേശവൻ മാസ്റ്റർ സലാമാജി മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഇതേപോലെ കാണികളുടെ സാന്നിധ്യത്തിൽ അരങ്ങേറിയ പലതരത്തിലുള്ള ഇടപെടലുകളിലൂടെയാണ് ഇത്തരത്തിൽ ഒരു ഗ്രൗണ്ട് ഇവിടെ ഉൾപ്പെട്ടത്. ഇത് ഇത്തരത്തിലുള്ള വളരെയേറെ പ്രധാനപ്പെട്ട കായിക രംഗങ്ങൾക്ക് ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് ഉൾപ്പെടെ ഭാവിയിൽ ഇതിനേക്കാൾ ഉയർന്ന മത്സരങ്ങളും ഇവിടെ നടത്താൻ പറ്റാവുന്ന രീതിയിൽ നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ഇവിടുത്തെ നാട്ടുകാരുടെയും ഷറഫു തുടങ്ങിയ ആളുകളുടെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ച് PTA കമ്മിറ്റിയുടെ കൂടി താല്പര്യം മാനിച്ചുകൊണ്ട് 50 ലക്ഷം രൂപ ഈ ഗ്രൗണ്ടിന്റെ വികസനത്തിന് വേണ്ടി നീക്കിവെച്ച വിവരം നിങ്ങളെ ഈ സന്ദർഭ വ്യക്തികളെ അസ്ലം മെമ്മോറിയൽ കഴിഞ്ഞ 6 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഫുട്ബോൾ മേള, അസ്ലത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം ദുബൈയിൽ ഒരു ജനകീയമായ ഒരു മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നതോടൊപ്പം തന്നെ ഒട്ടനവധി
പ്രത്യേകിച്ച് മലയാളികൾക്ക് അവശത അനുഭവിക്കുമ്പോൾ, ദുഃഖം അനുഭവിക്കുമ്പോൾ സഹായസ്ഥവുമായി മുന്നോട്ട് വന്നതിൻ്റെ ഒരു പ്രതികരണമാണ് ഇന്നും കൽപ്പഞ്ചേരി അതുപോലെ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ അദ്ദേഹത്തെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പ്രവണതയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ അദ്ദേഹം തുടങ്ങി വച്ചിരിക്കുന്ന വഴികൾ കെടാതെ ഷംസുക്കായും സമദക്കായെല്ലാം കൊണ്ടുപോകുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലൊരു മഹത്തായൊരു ചടങ്ങ് പങ്കെടുക്കാൻ ഇവിടെ ക്ഷണിച്ചതിലും ഇവിടെ വരാൻ എത്തിയതിലും ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഇതുപോലുള്ള കലാകായിക രംഗത്ത് പ്രത്യേകിച്ച് കാൽപന്ത് കളികളിൽ ഈറ്റില്ലമായ മലപ്പുറം ജില്ലയിൽ പല പ്രദേശങ്ങളിലും ഇതുപോലുള്ള കലാകായിക രംഗങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കൽപ്പഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഉത്സവത്തിൻ്റെ നാളുകളാണ്, സന്തോഷത്തിൻ്റെ നാളുകളാണ്. ആ സന്തോഷം അതിരുകടക്കാതെ ദുരന്തമാകാതെ 3 കുടുംബത്തിൻ്റെ ജീവനാണ് നിശ്ചലമായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ നിയമത്തെക്കുറിച്ചും വ്യക്തമായ അറിവ് നേടിക്കൊണ്ടും ഒരു നല്ല അറിവ് നേടിക്കൊണ്ടുള്ള വിജ്ഞാനം കരസ്ഥമാക്കിക്കൊണ്ടുള്ള ഒരു ജനതയാണ് നമ്മുടെ നാട്ടിന് ആവശ്യം. അത് ഈ നാടിന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. ലോകത്തിൻ്റെ വലത് കൈ കൊണ്ട് പോരിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും ഇടത് കൈ താഴേക്കിടാൻ മത്സരിക്കുന്നതുമായ സാധനമാണ് സമാധാനം. പക്ഷേ മനുഷ്യൻ്റെ ആർദ്രതയാർന്ന അറിവില്ലായ്മ മൂലം അത് മരുഭൂമിയുടെ പച്ചപ്പായി അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ അധ്വാനത്തിന് ഒരു കുടുംബത്തിൻ്റെ പട്ടിണി അകറ്റാൻ സാധിച്ചേക്കാം. പക്ഷേ ഒരു വ്യക്തിയുടെ അറിവ് കൊണ്ടുള്ള അധ്വാനത്തിന് ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു കുടുംബത്തിന് മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ പോലും സകലമായ ആദിയും അകറ്റാൻ സാധിക്കും. വിശ്വമോചനത്തിന് ഒരേയുള്ളത് വിജ്ഞാനമാണ്. ആ വിജ്ഞാനം കരസ്ഥമാക്കിക്കൊണ്ട് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും തേന്മഴ വിശുദ്ധമായ റോസാ പുഷ്പങ്ങൾ മുട്ടിട്ട് വിരിയാൻ ഈ കലാകായികര ഗ്രൗണ്ടിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അർപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമോടുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. അതിന് ഷീഷോറിന്റെ MD കുഞ്ഞുമോൻ ഇവിടെ ഒന്ന് വേദിയിലേക്ക് പ്ലീസ്. ഷീഷോർ MD കുഞ്ഞുമോൻ സാർ പ്ലീസ് വെൽക്കം. അയ്യൂബ് സാറിനെ ഇവിടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം. നമസ്കാരം. ഒരു പ്രസംഗത്തിൻ്റെ സമയമില്ല. എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഫുട്ബോൾ മത്സരത്തിന് വേണ്ടിയുള്ള നിമിഷമാണ്. ഈ ടൂർണമെൻറ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു പ്രസംഗത്തിൻ്റെ സമയമില്ല. എല്ലാവരും ആവേശത്തോടു കൂടി ഈ മത്സരം വീക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നു. നിങ്ങൾക്ക് 6ാമത് AP അസ്ലം മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് കാണാൻ ഇവിടെ നിറഞ്ഞു കവിഞ്ഞ ഗാലറി കാണുമ്പോൾ വല്ലാത്ത സന്തോഷം. ഇതിൻ്റെ സംഘാടകർക്കും അസ്ലംക്കയുടെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി അതിൻ്റെ പിന്നാലെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ആനപ്പടിക്കൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ എല്ലാ നാട്ടുകാർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കും. നമ്മുടെ ഈ ഫുട്ബോൾ മാമാങ്കം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA, നമ്മുടെ ചീഫ് ഗസ്റ്റ് RDO, പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു സംഘാടകരെ, വിശിഷ്ട വ്യക്തികളെ, ഫുട്ബോളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മലപ്പുറം ജില്ലക്കാരായ നമ്മൾ ആരോടും പറയേണ്ടതില്ല. എല്ലാവരും വളരെ ആകാംക്ഷയോടും കൂടി മത്സരം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. SHO എന്ന നിലയ്ക്ക്, ഈ സ്റ്റേഷൻ്റെ ചാർജുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഇവിടെ നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊടുക്കും. എൻ്റെ പേര് വെച്ചതിന് ഒത്തിരി നല്ല ഉപകാരമുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, രണ്ടാമതായിക്കൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ പതാക, സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ പതാക ഉയർത്തുന്നത് സംസ്ഥാന ട്രഷറർ ഹംസ തിരുവരങ്ങാടി. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഹംസ തിരുവരങ്ങാടിയാണ് ജില്ലാ കമ്മിറ്റിയുടെ പതാക ഉയർത്തുന്നത്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട ഹംസക്ക് ആ ഒരു കർമ്മം നിർവഹിക്കുകയാണ്. അടുത്തതായിട്ട് 3ാമത് പതാക എന്ന് പറയുന്നത് AP അസ്ലം ടൂർണമെന്റ് കമ്മിറ്റിയുടെ പതാകയാണ്. ആ ഒരു പതാക ഉയർത്തുന്നത് ടൂർണമെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ MP ആസാദ് സാർ അവരുകളാണ്. ആസാദ് സാറിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ടൂർണമെന്റ് കമ്മിറ്റിയുടെ പതാക, AP അസ്ലം ടൂർണമെന്റ് കമ്മിറ്റിയുടെ പതാക ഉയർത്തുന്നത് ബഹുമാനപ്പെട്ട ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ AP ആസാദ് സാർ.